ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത്. ഈ കൊടൈക്കനാൽ എന്ന പേരിന് പല രീതിയിലുള്ള ഉച്ചാരണങ്ങളുണ്ട്. നാം എല്ലാവരും പറയുന്ന കൊടൈക്കനാൽ അല്ലാതെ കോടയി കനാൽ എന്നും കാനൽ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടൈക്കനാൽ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് പലതാണ്. വേനലിൽ കാണേണ്ട സ്ഥലമെന്നും കാടുകളുടെ അവസാനമെന്നും അതുപോലെ കാടിന്റെ വരദാനമെന്നുമൊക്കെയാണ് ഈ പല പേരുകളുടെയും അർത്ഥം. ഇതിലെ എല്ലാ അർത്ഥങ്ങളോടും യോജിക്കുന്ന മലനിരകൾ തന്നെയാണ് ഈ കൊടൈക്കനാലിലുള്ളത്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് കുറച്ചു മാറി കൂടുതൽ ആളുകൾ എത്താത്ത രണ്ട് ഗ്രാമങ്ങളാണ് പുലിയൂരും പള്ളങ്കിയും. ഈ കോടയ മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ രണ്ട് ഗ്രാമങ്ങൾ. ഈ ഗ്രാമങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊടൈക്കനാൽ ടൗണിലെ ഒരു പ്രഭാതം ഹോട്ടലിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഈ കൊടൈക്കനാൽ ടൗണിലെത്തിയത്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത്. ഈ യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് അതിരാവിലെ തന്നെ കൊടൈക്കനാൽ ലേക്കിനു ചുറ്റുമൊന്ന് കറങ്ങിയതിനു ശേഷമാണ് പുലിയൂരിലേക്ക് യാത്ര തുടങ്ങുന്നത്. കൊടൈക്കനാൽ എത്തുന്ന സഞ്ചാരികളെല്ലാം മറക്കാതെ പോകുന്ന ഒരിടമാണ് ഈ തടാകം. ഈ ടൗണിലെ പ്രധാന ലാൻഡ്മാർക്ക് കൂടിയായ ഈ തടാകം ഒരു മനുഷ്യനിർമ്മിത തടാകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2133 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലേക്ക് 1863 നിർമ്മിക്കുന്നത്. 60 ഏക്കർ ഭൂമിയിലായി പരന്നു കിടക്കുന്ന ഈ തടാകത്തിലേക്കെത്തുന്ന സഞ്ചാരികൾക്കായി ബോട്ടിംഗ് സൗകര്യവും തടാകത്തിനു ചുറ്റുമായി കുതിര സവാരിയും സൈക്കിൾ സവാരിയുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ തടാകം പോലെ തന്നെ നിരവധി വ്യൂ പോയിന്റുകളും പാർക്കുകളും ഉണ്ട് ഈ കൊടൈക്കനാലിന് ചുറ്റും. എന്നാൽ അതെല്ലാം മാറ്റി നിർത്തി ഈ മലനിരകളിലെ ഗ്രാമങ്ങളും അവിടുത്തെ സംസ്കാരങ്ങളും കൃഷിരീതികളും കൂടുതൽ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഈ 5 ദിവസത്തെ യാത്ര. അതുകൊണ്ട് തന്നെ ടൗണിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ പുലിയൂരിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെയാണ് പുലിയൂർ സ്ഥിതി ചെയ്യുന്നത്. ഈ വഴിയിലെ കാഴ്ചകളാണിത്. തട്ടുതട്ടായ കൃഷിയിടങ്ങൾ നമുക്ക് വഴിയിൽ എല്ലായിടത്തും കാണാം. എങ്കിലും പുലിയൂരിലേക്കുള്ള വഴികളൊന്നും ഗൂഗിൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും നിർത്തി വഴി ചോദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് മലയിറങ്ങി താഴെ എത്തുന്നിടത്ത് വിൽപ്പട്ടി എന്ന ഒരു ഗ്രാമമുണ്ട്. ആ വിൽപ്പട്ടിയിൽ നിന്നാണ് ഈ പുലിയൂരിലേക്കുള്ള വഴി തുടങ്ങുന്നത്. മലയിറങ്ങുമ്പോൾ തന്നെ വിൽപ്പട്ടി ഗ്രാമത്തിന്റെ വിദൂര കാഴ്ചകൾ കാണാം. മലയിറങ്ങി ഞങ്ങളിപ്പോൾ വിൽപ്പട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ഗ്രാമം തന്നെയാണ് ഈ വിൽപ്പട്ടി. തൊട്ടടുത്ത് 3 കുന്നുകളിലായി വളരെ കുറഞ്ഞ സ്ഥലത്താണ് ഇത്രയധികം വീടുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള ഭൂമിയെല്ലാം ഇന്നും കൃഷിയിടങ്ങളാണ്. ക്യാരറ്റും കിഴങ്ങും ഉള്ളിയുമെല്ലാം 100 മേനി വിളയുന്ന നിലങ്ങൾ. ശരിക്കും ഈ വിൽപ്പട്ടി ഈ കൊടൈക്കനാൽ താലൂക്കിലെ ഒരു പഞ്ചായത്ത് കൂടിയാണ്. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ വലിയ ഗ്രാമവും മറ്റു 11 ചെറിയ ഗ്രാമങ്ങളും കൂടിയതാണ് ഈ വിൽപ്പട്ടി പഞ്ചായത്ത്. കൃഷിഭൂമികളെ സംരക്ഷിക്കുന്നതിൽ ഇവരെ നാം മാതൃകയാക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് ഈ കൊടൈക്കനാലിലെ ഓരോ ഗ്രാമവും. വിൽപ്പട്ടി കഴിഞ്ഞതു മുതൽ ഒരു വലിയ മലയുടെ പക്കിലൂടെയാണ് പുലിയൂരിലേക്കുള്ള വഴി. പാറകൾ കൂടുതലുള്ള ഭാഗങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഈ മലകളെല്ലാം ഇന്നും മൊട്ടക്കുന്നുകളായാണ് കിടക്കുന്നത്. എങ്കിലും പാറക്കൂട്ടങ്ങൾക്കിടയിൽ മണ്ണ് കാണുന്ന ഭാഗത്ത് കൃഷികൾ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ പുലിയൂർ എത്തിയിരിക്കുകയാണ്. അത്ര വലിയ ഒരു ഗ്രാമമൊന്നല്ല ഈ പുലിയൂര്. ഒരു പാറപ്പുറത്ത് ഒരു 4-5 വീടുകളും പിന്നെ ഒരു ചെറിയ കോവിലും. പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ചുറ്റും വലിയ മലകളും മൊട്ടക്കുന്നുകളും ചെങ്കുത്തായി നിൽക്കുന്ന പാറമുഖങ്ങളും പുൽമേടുകളും. കൂടുതൽ ആൾക്കൂട്ടമില്ലാതെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിലെ ഒരു വീട് മാത്രമാണ് കുറച്ച് ഭേദപ്പെട്ടത്. ബാക്കിയെല്ലാം ഷീറ്റ് കൊണ്ട് മറച്ചതും പുല്ല് മേഞ്ഞതുമാണ്. കൃഷിയും കന്നുകാലികളെ മേൽക്കലുമാണ് ഇവരുടെയെല്ലാം പ്രധാന തൊഴിൽ. ഈ ഭാഗത്ത് കൂടുതലും പാറപ്പുറങ്ങൾ ആയതുകൊണ്ട് തന്നെ മരങ്ങൾ വളരെ കുറവാണ്. എന്നാൽ മഴയുള്ള സമയത്ത് ഈ പാറപ്പുറങ്ങളിൽ ഇഞ്ചിപ്പുല്ല് പോലെ നിരവധി പുൽച്ചെടികൾ വളരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെയുള്ള ഒരു വീട്ടുകാർ ഞങ്ങൾക്ക് നല്ലൊരു ചായ തന്നു. ഇഞ്ചിപ്പുല്ല് ചേർത്ത നല്ലൊരു മസാല ചായ. ഈ വീട്ടുകാർ ഇവിടെ ഒരു ചെറിയ കടയും നടത്തുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ പയ്യൻ. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ഓൾ ഇൻ ഓൾ. പഠിച്ചിരിക്കും എത്ര ക്ലാസ് വരെ? 11th. ഇങ്ങ എന്തൊക്കെ വ്യവസായം ഇരിക്ക്? இங்க கிழங்கு, பீன்ஸு, அவரைக்காய், மற்றது பீன்ஸு தான். அவ்வளோ இதுதான் இருக்குது. நிறையா பொருள் இருக்குது. அவக்கடா இப்படி பட்டர் புஷ்டு இப்படி இருக்குது. நிறையா இருக்குது. ഇവരുടേതാണ് ഈ കുതിരകളെല്ലാം. ഇവർക്ക് ഈ മലയുടെ താഴ്വാരത്ത് കൃഷിയുണ്ട്. അവിടെ നിന്നുള്ള വിളകളും മറ്റും ഇങ്ങോട്ട് എത്തിക്കുന്നത് ഈ കുതിരകളെ ഉപയോഗിച്ചാണ്. ഇതുപോലെ തന്നെയാണ് ഈ മലനിരകളിലെ മറ്റു ഗ്രാമങ്ങളിലും. ഒരുവിധം എല്ലാവർക്കും കുതിരയോ അല്ലെങ്കിൽ കഴുതകളോ ഉണ്ടാകും. കൂടുതൽ താമസ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമമാണ് ഈ പുലിയൂർ. ഇവിടെ ഒരു മലയാളി നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം. കുറച്ച് വ്യത്യസ്തമായാണ് ഇവിടെയുള്ള കോട്ടേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും ഓലമടഞ്ഞുമാണ് ഈ കോട്ടേജുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പുലിയൂരിലെ കാഴ്ചകൾ കണ്ട് ഇനി ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. അടുത്തൊരു മനോഹരമായ സ്പോട്ടായ പള്ളങ്കിയിലേക്കാണ് നാം ഇനി പോകുന്നത്. നാം നേരത്തെ കണ്ട വിൽപ്പട്ടി വില്ലേജിൽ നിന്ന് കുറച്ച് ദൂരം കൂടി മല കയറിയാൽ ഒരു ജംഗ്ഷനെത്തും. അവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ കൊടൈക്കനാൽ ടൗണിലേക്കും വലത്തോട്ട് പോയാൽ പള്ളങ്കിയിലേക്കും. ഞങ്ങളിപ്പോൾ പള്ളങ്കിയിൽ എത്തിയിരിക്കുകയാണ്. പള്ളങ്കി ടൗൺ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി താഴോട്ടിറങ്ങിയാൽ പിന്നെ മലനിരകളുടെ ഒരു വിസ്മയ കാഴ്ചയാണ്. നിരവധി മലകളും കുന്നുകളും അതിനിടയിലെ കുത്തനെ താഴോട്ട് ചാടുന്ന അനേകം വെള്ളച്ചാട്ടങ്ങളും. എങ്ങു നോക്കിയാലും പച്ചപ്പ് മാത്രമാണ് മുന്നിൽ. കുത്തനെ നിൽക്കുന്ന പാറമുഖങ്ങളിൽ ചെറിയ പുൽപ്പടർപ്പുകളും ചെരിവ് കുറവുള്ളിടത്ത് കുറ്റിക്കാടുകളും അതിനു താഴെയായി നിരവധി തോട്ടങ്ങളും. അങ്ങനെ ഒരു ഹരിത മനോഹരമായ ലോകം. ഇത് തന്നെയാണ് ഈ കൊടൈക്കനാൽ മലനിരകളുടെ പ്രത്യേകതകൾ. ഈ സ്ഥലങ്ങളൊന്നും ആരും പറഞ്ഞു തന്നിട്ട് തേടി പിടിച്ചെത്തിയതല്ല. ഒരിടത്തേക്ക് യാത്ര പോകുമ്പോൾ ആ ഭാഗങ്ങളിലെ ഭൂപ്രകൃതി ഒന്ന് മനസ്സിലാക്കും. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കി വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ കണ്ടെത്തും. പ്രത്യേകിച്ച് ഡെഡ് എൻഡ് ഉള്ള റോഡുകൾ. ഇങ്ങനത്തെ വഴികൾ തേടിപ്പിടിച്ച് സഞ്ചരിക്കുമ്പോൾ ഈ മലനിരകളിലെ
മലമടക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇതുപോലത്തെ മനോഹരമായ സ്ഥലങ്ങളിലായിരിക്കും എത്തിച്ചേരുക. ഇപ്പോൾ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ മേഘക്കൂട്ടങ്ങളും കോടമഞ്ഞും ഈ താഴ്വാരത്തെയും മലകളെയും ഒരു മായാലോകമാക്കി മാറ്റും. പ്രകൃതിയൊരുക്കുന്ന വിസ്മയ ലോകം. ഇനി വീണ്ടും കുറച്ചു ദൂരം കൂടി താഴോട്ടിറങ്ങി നോക്കാം. ഇനിയുള്ള റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ കുന്നിന് പലയിടത്തായി ചുറ്റിത്തിരിഞ്ഞാണ് ഇനി താഴോട്ടുള്ള വഴി പോകുന്നത്. ഈ വഴിയിലൂടെ താഴോട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു ഉറുമാൻ പഴത്തിന്റെ തോട്ടത്തിലാണ്. മരങ്ങളിലെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ചുവന്നു തുടിച്ച ഉറുമാൻ പഴങ്ങൾ. ഇതുപോലെ തന്നെ നിരവധി അവക്കോട തോട്ടങ്ങളുമുണ്ട് ഈ ഭാഗത്ത്. പക്ഷെ സീസൺ അല്ലാത്തതിനാൽ കായകളും കുറവാണ്. ഇനി പള്ളങ്കിയോട് വിട പറയുകയാണ്. വീണ്ടും വരണം നമുക്ക് ഈ പള്ളങ്കിയിലേക്ക്. മഴയും കോടമഞ്ഞുമുള്ള ഒരു ദിവസം. എന്നിട്ട് ഇവിടെ വന്ന് ടെന്റടിച്ച് താമസിക്കണം. പക്ഷേ ഈ കൊടൈക്കനാലിൽ പൊതു ഇടങ്ങളിൽ ടെന്റടിച്ച് കിടക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെന്റടിക്കാൻ പറ്റിയ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കണ്ടെത്തിയതിനു ശേഷം വേണം ഇവിടെ വന്ന് ഈ കാഴ്ചകൾ വീണ്ടും ആസ്വദിക്കാൻ. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പൂമ്പാറ ഗ്രാമമാണ്. പള്ളങ്കിയിൽ നിന്ന് തിരിച്ച് കൊടൈക്കനാൽ വന്ന് വേണം നമുക്ക് പൂമ്പാറയിലെത്താൻ. കൊടൈക്കനാലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് പൂമ്പാറ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പൂമ്പാറയിലേക്കുള്ള വഴി കടന്നു പോകുന്നത് ഒരു കാട്ടിലൂടെയാണ്. പൈൻമരക്കാടുകളാണ് പലയിടത്തും ഈ വഴിയോരത്തിൽ നിന്നുള്ള കാഴ്ചകൾ. നിരയത്ത് കുത്തനെ നിൽക്കുന്ന പൈൻമരക്കൂട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പൂമ്പാറ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. പളനി മജസ്റ്റിക് വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ താഴ്വാരത്ത് നാം ഇന്നലെ കണ്ട പാളാർ ഡാമും അതിനുമപ്പുറം പളനി ക്ഷേത്രവും കാണാം. ഇവിടെ നിന്ന് വലതുഭാഗത്തേക്ക് നോക്കിയാൽ ആ കാണുന്നത് പള്ളങ്കിയാണ്. നാം അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ അടുത്തായി തോന്നുന്നുവെങ്കിലും റോഡ് വഴി വരുമ്പോൾ 30 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാറുണ്ട്. പളനി മജസ്റ്റിക് വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ നമുക്ക് പൂമ്പാറയിലെത്താം. ഈ കൊടൈക്കനാൽ മലനിരകളിലെ ഒരു വിസ്മയം തന്നെയാണ് ഈ ഗ്രാമവും അതിനു ചുറ്റുമുള്ള കൃഷിയിടങ്ങളും. നാം ഇതുവരെ കണ്ടത് ഈ ഭൂപ്രകൃതി ഈ മണ്ണിൽ നമുക്കായി ഒരുക്കിയ കാഴ്ചകളാണെങ്കിൽ ഇനി അങ്ങോട്ട് മനുഷ്യന്റെ കഠിനാധ്വാനത്തിൽ ഈ മണ്ണിൽ വിരിഞ്ഞ ചിത്രങ്ങളാണ്, അവരുടെ സംസ്കാരങ്ങളാണ്. പൂമ്പാറ, പഴമ്പത്തൂർ, കൂക്കൽ, പൂണ്ടി, മന്നമന്നൂർ, പോളൂർ, ക്ലാവരൻ തുടങ്ങി നിരവധി ഗ്രാമങ്ങളിലെ കാഴ്ചകളും അനുഭവങ്ങളും അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായി കാണാം.